Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വായിച്ചു നോക്കിയായിരുന്നോ? ഏതൊക്കെയാണ് നമ്മൾ എടുത്തത്? സബ് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അല്ലേ? ഓക്കെ, എന്തായിരുന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ? എന്തായിരുന്നു പ്രത്യേകതകൾ? The secondary sector of Indian healthcare system. പിന്നെ CHC served for PHCS. It served 1,00,000 ചെയ്യുന്നുണ്ട്. പിന്നെ It is supported to have at least 13 beds, operation theatre, laboratory, X-ray. available. എക്സാമ്പിൾ എക്സാമ്പിൾ Taluk Hospital. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയായിരുന്നോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഹെൽത്ത്, ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ദ ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ. ഒരു ഡയഗ്രാം തന്നിട്ടുണ്ടല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഡയഗ്രാം നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കാം. അപ്പോ ആ ഡയഗ്രാമില് ഫസ്റ്റ് വരുന്നത് എന്താണ്? നാഷണൽ ലെവലാണ്. നാഷണൽ ലെവൽ. ഓക്കെ, ഇനി അതിന്റെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്ത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലേ? നാഷണൽ ലെവല് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ. അപ്പോ ഈ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ, നാഷണൽ ലെവലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണ് എന്ത്? അതൊരു സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്നതാണ്. അതാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത്. നാഷണൽ ലെവൽ ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും സുപ്പീരിയർ ആയിട്ട് വരുന്ന സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ആരോഗ്യ വിഭാഗമാണ് എന്ത്? മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. ഓക്കെ, നാഷണൽ ലെവലിൽ വരുന്നതാണ്. അപ്പൊ ചോദിക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏറ്റവും ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും? നാഷണൽ ലെവലാണ്. ഫസ്റ്റ് ലെവൽ. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ആരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? നാഷണൽ ലെവലാണ്. ഓക്കെ, നാഷണൽ ലെവലിലെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്ന ആരോഗ്യ വിഭാഗമാണ് നാഷണൽ ലെവലില് ആരോഗ്യ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, സെൻട്രൽ ഗവൺമെന്റിന് കീഴിൽ വരുന്ന ആരോഗ്യ വിഭാഗമാണ് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ എന്ന് പറയുന്നത്. കിട്ടിയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ്, ഇനി നാഷണൽ ലെവലിന് കീഴിലായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ആര്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. ഓക്കെ, സ്റ്റേറ്റ് ലെവൽ. നാഷണൽ ലെവല് കഴിഞ്ഞാല് സ്റ്റേറ്റ് ലെവൽ ആണ്. സ്റ്റേറ്റ് ലെവല് രണ്ടാമത് വരുന്ന വിഭാഗമാണ് ഇത് സ്റ്റേറ്റ് ലെവൽ ആൻഡ് UTS. എന്താണ് UTS എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം ഫുൾ ഫോം? UTS കേട്ടിട്ടുണ്ടോ? UTS എന്താണ് UTS? വെരി ഗുഡ്. യൂണിയൻ ടെറിട്ടറീസ് അല്ലെ? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ
ടെറിട്ടറീസ്. സ്റ്റേറ്റ് ലെവൽ എന്താണ്, നാഷണൽ ലെവലിന് കീഴിൽ വരുന്ന അതാണ് എന്ത് സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറഞ്ഞാല്. നമുക്ക് എന്താണ് 28 സംസ്ഥാനങ്ങൾ ഉണ്ട് അല്ലെ, ആണോ? സംസ്ഥാനങ്ങൾ എത്ര ഉണ്ട്? 28 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത് അല്ലെ, യൂണിയൻ ടെറിട്ടറീസ് അല്ലെ. 9 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. അതിലൊക്കെ ആ പ്രദേശങ്ങളിലൊക്കെ ചെറിയ ചെറിയ എന്തുണ്ട് ഒരു ഗ്രാമങ്ങളുണ്ട് അല്ലെ. അവിടേക്കൊക്കെ എങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ആര് വഴിയാണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് അവിടെ ഉള്ള ആരോഗ്യ വിഭാഗങ്ങൾ വഴിയായിട്ടാണ് ചെറിയ ചെറിയ ആ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ആരോഗ്യ പ്രവർത്തനങ്ങൾ അവര് വഴിയായിട്ടാണ് നടത്തുന്നത്. ഒരു ഫോർ എക്സാമ്പിൾ പറയാം, കേരളം നമുക്ക് എടുക്കാം. കേരളത്തില് സെക്രട്ടേറിയറ്റ് എവിടെയാണ് ഉള്ളത്? എവിടെയാണ് സെക്രട്ടേറിയറ്റ് നിലനിൽക്കുന്നത്? എവിടെയാണ്? ട്രിവാൻഡ്രം അല്ലെ, ട്രിവാൻഡ്രം. ഓക്കെ, അങ്ങനെ സെക്രട്ടേറിയറ്റില് പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അല്ലെ, മന്ത്രിതല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഓക്കെ, വീഡിയോ ഓഫ് ചെയ്തൊക്കെയാട്ടോ. ഓക്കെ, അപ്പോ എന്താണ് കേരളത്തില് പലതരത്തിലുള്ള എന്താണ് ട്രിവാൻഡ്രത്താണ് സെക്രട്ടേറിയറ്റ്. ഈ സെക്രട്ടേറിയറ്റില് എന്താണ് പലതരത്തിലുള്ള മന്ത്രിതല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതില് ഒരു വിഭാഗമാണ് എന്ത് ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? ആരാണ് നമ്മുടെ ആരോഗ്യമന്ത്രി? ആരാ ആരോഗ്യമന്ത്രി? ആരാ? വീണ ജോർജ് അല്ലെ, വീണ ജോർജ് ആണ് നമ്മുടെ ആരോഗ്യമന്ത്രി. അപ്പൊ വീണ ജോർജിന് കീഴില് എന്തുണ്ട്? ഉദ്യോഗസ്ഥരുണ്ട് അല്ലെ. അപ്പൊ വീണ ജോർജ് ആരോഗ്യത്തിന്റെ മന്ത്രിയാണ്. ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും ഉദ്യോഗസ്ഥർക്ക് കൈമാറും. ഉദ്യോഗസ്ഥര് പല പല എന്താണ് ഗ്രാമങ്ങളിലേക്കും കൈമാറുന്നുണ്ട്. ഓരോരോ സ്ഥലങ്ങളിലേക്ക് കൈമാറി അവിടെ നിന്നാണ് ജനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ സ്റ്റേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം നമ്മുടെ കേരളം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രി വീണ ജോർജ് ആണ്. വീണ ജോർജ് പറയുന്ന ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും അവർക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് പറയുന്നു. ഈ ഉദ്യോഗസ്ഥര് ഓരോ സ്ഥലങ്ങളിലേക്കും ഓരോ ജില്ലകളിലേക്കും കൈമാറും. മനസ്സിലായോ? ഓക്കെ, അതാണ് സ്റ്റേറ്റ് ലെവല്. നമ്മള് കേരളം എടുത്തു അല്ലെ. ഓക്കെ, ക്ലിയർ ആയില്ലേ? സ്റ്റേറ്റ് ലെവൽ ആയിട്ട് UPSL പറയുന്നത്. ഇനി സ്റ്റേറ്റ് ലെവലിന് കീഴിൽ വരുന്നത് ആരാണ്? ഡിസ്ട്രിക്ട് ലെവൽ അല്ലെ. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലിനെ 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൂറൽ ഏരിയ ആൻഡ് അർബൻ ഏരിയ. നോക്കിയേ, റൂറൽ ഏരിയയിൽ വരുന്നത് നോക്കിയേ ആരൊക്കെയാണ്? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലേ. സബ് സെന്റർ ഉണ്ട്, PHC ഉണ്ട്, CHC ഉണ്ട്. റൂറൽ ഏരിയാസിൽ വരുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. റൂറൽ ഏരിയാസിൽ ആരൊക്കെയാണ് വരുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ റൂറൽ ഏരിയാസിലുള്ളത് ആരൊക്കെയാണ്? CHC ഉണ്ട്, PHC ഉണ്ട്, സബ് സെന്റേഴ്സ് ഉണ്ട്. ഇനി അർബൻ ഏരിയാസിൽ വരുന്നത് എന്താണ്? ഹോസ്പിറ്റൽസ് ആൻഡ് ഡിസ്പെൻസറീസ്. എന്താണ് ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാല്? എന്താണ് ഡിസ്പെൻസറീസ്? എന്താണ് ഡിസ്പെൻസറി? ഓക്കെ, ഔഷധശാലകൾ കേട്ടോ. ഡിസ്പെൻസറീസ് എന്ന് പറഞ്ഞാല് ഔഷധശാലകള്. ഓക്കെ, അപ്പോ അതിനെയാണ് ഡിസ്പെൻസറീസ് എന്ന് പറയുന്നത്. അപ്പോ ഡിസ്ട്രിക്ട് ലെവൽ നമുക്കറിയാം. നമ്മുടെ കേരളത്തില് എത്ര ജില്ലകളുണ്ട്? എത്ര ജില്ലകളാണുള്ളത്? എത്ര ജില്ലകളുണ്ട്? 14 ജില്ലകളല്ലേ. ഓക്കെ, ഈ 14 ജില്ലകളിലും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇല്ലേ? ആരോഗ്യ ഡിപ്പാർട്ട്മെന്റുകൾ ആ ഉദ്യോഗസ്ഥര് കൊടുക്കുന്ന നിർദ്ദേശങ്ങള് ഓരോരോ ഹോസ്പിറ്റലിലേക്കും അല്ലെ. 14 ജില്ലകളിലും എന്തുണ്ട്? സബ് സെന്റർ ഉണ്ട്, PHC ഉണ്ട്, CHC ഉണ്ട് അല്ലെ. പല പല ഹോസ്പിറ്റലുകളുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിസ്ട്രിക്ട് ലെവലിലും 14 ജില്ലകളുണ്ട്. ആ 14 ജില്ലകളിലുമുള്ള ആരോഗ്യ പ്രവർത്തകര് കൈമാറുന്ന നിർദ്ദേശങ്ങൾ ഓരോ ഹോസ്പിറ്റലിലോട്ടും ഓരോ സബ് സെന്ററിലോട്ടും ഓരോ CHCയിലോട്ടും അയച്ച് അവര് പറയുന്ന നിർദ്ദേശങ്ങള് ഇവരിലോട്ട് അയച്ച്
ഇവര് എന്ത് ചെയ്യുന്നുണ്ട്? ആരോഗ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇവരെ പറയുന്നതനുസരിച്ചിട്ട് ജനങ്ങൾക്ക് ആരോഗ്യ പ്രവർത്തനങ്ങള് കൈമാറുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെൽത്ത് സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യ ഫസ്റ്റ് ലെവലിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ലെവലിൽ വരുന്നത് ആരാണ്? നാഷണൽ ലെവൽ ആണ്. ഇനി അവർക്ക് കീഴിൽ വരുന്നത് എന്താണ്? സ്റ്റേറ്റ് ലെവൽ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇനി തേർഡ് ലെവൽ ആകുമ്പോൾ എന്താണ്? ഡിസ്ട്രിക്ട് ലെവല്. ഓക്കെ, ഡിസ്ട്രിക്ട് ലെവലിനെ 2 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൂറൽ ഏരിയാസ് ആൻഡ് അർബൻ ഏരിയാസ്. റൂറൽ ഏരിയാസ് എന്ന് പറഞ്ഞാല് CHC, PHP, സബ് സെന്റർ. ഓക്കെ, ഇനി അർബൻ ഏരിയാസിൽ വരുന്നത് ഹോസ്പിറ്റൽ ആൻഡ് ഡിസ്പെൻസറീസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് വരച്ചു വയ്ക്കാം. ഓക്കെ, നോട്ടായിട്ട് എഴുതി വെക്കാം കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാല് കമന്റ് ഇട്ടാ മതി. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയോ? ക്ലിയർ ആയോ ഡയഗ്രാം? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നോക്കാം, ഹോസ്പിറ്റൽ ഫങ്ഷൻസ്. ഓക്കെ ഓക്കെ, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ഉണ്ട്, എക്സ്ട്രാമ്യൂറൽസ് ഫങ്ഷൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ ഫങ്ഷൻസ് 2 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കിയേ? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് ആൻഡ് എക്സ്ട്രാമ്യൂറൽ ഫങ്ഷൻസ്. ഇനി എന്താണ് ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ? സർവീസ് വിത്തിൻ ദ വാൾ ഓഫ് ഹോസ്പിറ്റൽ. എന്താ വായിച്ചപ്പോ മനസ്സിലായേ? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങള് ഹോസ്പിറ്റലിന് പുറത്താണോ അല്ലെങ്കിൽ അകത്താണോ നടക്കുന്നത്? എന്തായിരിക്കാം? ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ അല്ലെ? ഹോസ്പിറ്റലിന് ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് എന്ത്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാമ്യൂറൽ ആകുമ്പോ ഇൻട്രാമ്യൂറലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നു അല്ലെ? ഏതാണ് എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുമ്പോ? സർവീസ് ഔട്ട്സൈഡ് വാൾ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഔട്ട്സൈഡ് പുറത്ത് നടക്കുന്ന ഫങ്ഷൻസ് ആണ് എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത്? റെസ്റ്റോറേറ്റീവ്, പ്രിവന്റീവ്, എഡ്യൂക്കേഷൻ, റിസർച്ച്. അപ്പോ ഇത്തരം കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നത്. ഓക്കെ, നോക്കാം. റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഡയഗ്നോസ്റ്റിക്. ഓരോ ഫങ്ഷനിലും എന്താണ്? ഓരോ പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഉള്ളിൽ സബ് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരോഗ്യം വീണ്ടെടുത്തു നൽകുന്ന, അതാണ് അതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. റെസ്റ്റോറേറ്റീവ് മീൻസ് ആരോഗ്യം വീണ്ടെടുത്ത് നൽകുന്ന. ഓക്കെ, അതിൽ സബ് പോയിന്റ് ആണ് ഫസ്റ്റ് പോയിന്റ്. ഈ പോയിന്റ് നോക്കാം. ഡയഗ്നോസ്റ്റിക്. എന്താണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാല്? എന്താ ഡയഗ്നോസ്റ്റിക്? എന്താണ് ഡയഗ്നോസ്റ്റിക്? രോഗനിർണയം നടത്തുന്നത് അല്ലെ?
Okay, രോഗനിർണയം. Diagnostic means രോഗനിർണയം. These consist of the inpatient services involving medical, surgical, and other specialties and special diagnostics. അപ്പൊ ഇവിടെ പറയുന്നത് ഹോസ്പിറ്റലിലെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോ എന്താണ് ഇൻപേഷ്യൻസ് സർവീസുകൾ അവിടെ കൊടുക്കുന്നുണ്ട് അല്ലെ. രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽസിൽ വരുന്ന രോഗികൾക്ക് എന്താണ് ഇൻപേഷ്യന്റ് സർവീസുകൾ. അവിടെ ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും ഇൻപേഷ്യൻസ് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനെയാണ് നമ്മള് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ ഇൻപേഷ്യൻസ് സർവീസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഇൻപേഷ്യന്റ് സർവീസസ് ആയിട്ട് വരുന്നത്? മെഡിക്കൽ പരമായിട്ടും സർജറി പരമായിട്ടും സർജിക്കൽ പരമായിട്ടും അതർ സ്പെഷ്യാലിറ്റീസ്. ഓക്കെ, അതർ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ റെയർ കേസുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള എന്താണ് ഡയഗ്നോസ്റ്റിക് സ്പെഷ്യാലിറ്റീസുകൾ അല്ലെ. അങ്ങനെ കണ്ടുപിടിക്കാൻ റെയർ കേസുള്ള അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതെന്താണ്, എന്ത് രോഗമാണ് വന്നിരിക്കുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ മനസ്സിലാക്കി രോഗം കണ്ടുപിടിക്കാനുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്, അതിന്റെ സർവീസുകൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക്കും അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് രോഗനിർണയങ്ങളും അവിടെ സർവീസ് ഇൻപേഷ്യന്റ് സർവീസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഡയഗ്നോസ്റ്റിക്സിൽ വരുന്നത് കേട്ടോ. രോഗനിർണയത്തില് നമുക്കറിയാം കൂടുതലും എമർജൻസി പേഷ്യൻസിനെ അല്ലെ, അവിടെ കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിനാണ് ഇങ്ങനെയുള്ള സർവീസുകൾ കൊടുക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ആണെങ്കിലോ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ആ പ്രോസസ്സാണ് ഔട്ട് പേഷ്യന്റ് സർവീസിൽ നടക്കുന്നത്. ഇൻപേഷ്യൻസ് ആവുമ്പോ എന്താണ് അവർക്ക് പല രോഗങ്ങളും എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് ആവും. അപ്പൊ അങ്ങനെയുള്ള ചികിത്സകൾ കൊടുക്കും അല്ലെ. മെഡിക്കൽ പരമായിട്ടും സർജറി പരമായിട്ടും സർജിക്കൽ പരമായിട്ടും അതുപോലെ സ്പെഷ്യാലിറ്റി ഡയഗ്നോസിസ് സ്പെഷ്യൽ ഡയഗ്നോസിസും അതുപോലെ തന്നെ റെയർ കേസുള്ള രോഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർവീസുകളും ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഇത് ക്യൂറേറ്റീവ്. എന്താണ് ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല്? ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ്. എന്താണ് ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് എല്ലാ രോഗങ്ങൾക്കും, ഇൽനെസ് എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ അല്ലെ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റ് എവിടെ കൊടുക്കുന്നുണ്ട്? ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നുണ്ട് അല്ലെ. അതാണ് ക്യൂറേറ്റീവിന്റെ മീനിങ്. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാല് എല്ലാ രോഗങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം അല്ലെ, ഏത് കുഞ്ഞു രോഗം, ഏത് ഇപ്പൊ ജലദോഷമായാലും പനിയായാലും ഏത് കുഞ്ഞു രോഗങ്ങളായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഏത് വലിയ രോഗങ്ങൾ, കുഞ്ഞു രോഗം തൊട്ട് അല്ലെ ചെറിയ അസുഖങ്ങൾ തൊട്ട് വലിയ അസുഖങ്ങൾ വരെയുള്ള കൊടുക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റുകളും ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. എല്ലാ രോഗങ്ങൾക്കുമുള്ള ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി റീഹാബിലിറ്റേറ്റീവ്. എന്താണ് റീഹാബിലിറ്റേറ്റീവ്? ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. റീഹാബിലിറ്റേഷൻ സർവീസുകൾ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ. എന്തൊക്കെയായിരിക്കാം റീഹാബിലിറ്റേഷൻ സർവീസിന്റെ മീനിങ്? എന്തായിരിക്കാം? പുനരധിവാസ സേവനങ്ങൾ അല്ലെ, പുനരധിവാസ സേവനങ്ങള്. ഓക്കെ, അപ്പോ റീഹാബിലിറ്റേറ്റീവ് സർവീസിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കിയേ. ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോ കൊറോണ വന്ന ടൈമിലൊക്കെ എന്താണ് ആളുകൾക്ക് ഭയങ്കര ഭയമായിരുന്നു അല്ലെ, പുറത്തൊക്കെ ഇറങ്ങാനായിട്ട്. മാസ്ക് വെക്കണം, സാനിറ്റൈസർ യൂസ് ചെയ്യുക, ആളുകളോട് സംസാരിക്കാൻ പാടില്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു അല്ലെ. അപ്പൊ ഫിസിക്കലി, മെന്റലി, സോഷ്യൽ റീഹാബിലിറ്റേഷൻ സർവീസുകളാണ് ഈ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, അങ്ങനെ അപ്പൊ കൊറോണ വന്ന ടൈമിൽ ഇപ്പൊ ഒരാൾക്ക് ആ രോഗം സ്ഥിരീകരിച്ച ആ ടൈമിൽ ഇപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റിലൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പുറത്തെ വീട്ടിലേക്ക് സ്ഥിരീകരിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ ആളുകൾ ജനലടച്ചിടും, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങില്ല അല്ലെ. ആൾക്ക് സ്ഥിരീകരിച്ച ആൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല.
പിന്നെന്താണ് ക്വാറന്റൈൻ, 7 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കണം. റിസൾട്ട് നെഗറ്റീവ് ആകുന്നത് വരെ എന്താണ് ഭക്ഷണം പോലും കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ കൊറോണ സ്ഥിരീകരിച്ച ആളാണെങ്കിൽ മുറിയിൽ തന്നെ അടച്ചിട്ടിട്ട് ഭക്ഷണം അവിടെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ കൊണ്ടുവന്ന് വെക്കും അല്ലെ. അയാള് കഴിച്ച പാത്രത്തിൽ മറ്റാരും കഴിക്കില്ല. അങ്ങനെയൊക്കെ ആരോടും മിണ്ടാൻ പറ്റില്ല. അപ്പൊ എന്താണ് കൊറോണ വന്ന ആളുകൾക്ക് ചിലപ്പോ ഒരു ഡിപ്രഷൻ തോന്നാം, അല്ലെങ്കിൽ ആരും സംസാരിക്കാനില്ല അല്ലെ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അങ്ങനെ സ്ഥിരീകരിച്ച ആളുകൾക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടേഴ്സും നഴ്സുമാരും പറഞ്ഞ് കുറെ സർവീസുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു ഇല്ലേ. അവരെ രോഗങ്ങൾക്ക് മരുന്നുകൾ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈനിൽ ഇരിക്കാൻ പറയും. പിന്നെ അവരുടെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയും. ആരോഗ്യസ്ഥിതികൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ 7 ദിവസം കഴിഞ്ഞാൽ ക്വാറന്റൈനിൽ നിന്ന് പോകാം, അല്ലെങ്കിൽ ക്വാറന്റൈൻ മാറും, റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളും ഡോക്ടേഴ്സ് ആയാലും നഴ്സുമാരായാലും പറഞ്ഞു കൊടുക്കാറുണ്ട് ഈ രോഗികളോട് ഇല്ലേ. അപ്പൊ എന്താണ്, അവർക്ക് ചില രോഗികളൊക്കെ ഡിപ്രഷൻ ആയിട്ട് ചിലപ്പോ ആത്മഹത്യ ചെയ്യാൻ പറ്റുള്ള അങ്ങനെയുള്ള വക്കീല് വരെ എത്തിയിരിക്കുന്നുണ്ടാവും അല്ലെ. ഇങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ആദ്യ കാലത്തൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു അല്ലെ. അപ്പൊ അവരെ പുനർജീവിതത്തിലേക്ക് നയിക്കാനായിട്ടും ആരെ സഹായിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലുകാര് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ റീഹാബിലിറ്റേഷൻ സർവീസ്, പുനരധിവാസം, പുനർജീവിതത്തിലേക്ക് നയിക്കാനായിട്ടും ഹോസ്പിറ്റലുകാരെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറയാം, സ്ട്രോക്ക് വന്ന രോഗികളൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് എന്താണ് റിട്ടേൺ ആയിട്ട് വീട്ടിൽ പോയി ചെയ്യേണ്ട എക്സസൈസും കാര്യങ്ങളും, അതുപോലെ ഡയറ്റ് പ്ലാനുകളും ഇല്ലേ, ഭക്ഷണം കഴിക്കേണ്ട കാര്യങ്ങള്, എന്തൊക്കെ ഭക്ഷണം കഴിക്കണം, അതുപോലെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയുള്ള എക്സസൈസ് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് അല്ലെ. ആണോ? അപ്പൊ അതാണ് പറയുന്നത് റീഹാബിലിറ്റേഷൻ സർവീസസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എന്താണ് കെയർ ഓഫ് എമർജൻസീസ്. ഓക്കെ, ഏതൊക്കെ എമർജൻസീസ് ആണ് നോക്കിയേ, ആക്സിഡന്റ് ആസ് വെൽ ആസ് ഡിസീസസ്. ഇപ്പോ നിങ്ങൾ ഒരു ഡോക്ടർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങളെ കാണാനായിട്ട് കുറെ അധികം ആളുകൾ പനി, ജലദോഷം, ചുമയൊക്കെ ആയിട്ട് നിങ്ങളെ കാണാനായിട്ട് കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പുറത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സിഡന്റ് കേസ് ആയിട്ട് ഒരു ആംബുലൻസില് എമർജൻസി ആയിട്ട് ആക്സിഡന്റ് കേസ് ആയിട്ട് രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ആർക്കാണ് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്? ആർക്കായിരിക്കും? നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ ആർക്കായിരിക്കാം പ്രയോറിറ്റി കൊടുക്കാം? ആക്സിഡന്റ് കേസിലാണോ, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ നിൽക്കുന്ന ആ പേഷ്യൻസിനാണോ? ആക്സിഡന്റ് കേസിന് അല്ലെ നമ്മൾ തീർച്ചയായിട്ടും പറയും എന്ത്, ആക്സിഡന്റ് കേസിനാണ്. കാരണം എന്തായിരിക്കാം? കാരണം എന്താണ്? കാരണം എന്തായിരിക്കാം? എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസിനാണ് നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെ. അവിടെ കാണാൻ നിൽക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ എന്താണ്, അവർക്ക് അത്ര പനിയാവാം, ജലദോഷം, ചുമയൊക്കെ ആവാം, എന്നാലും അത്ര എമർജൻസി ആയിരിക്കില്ല. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് പോകാം. പക്ഷെ ആക്സിഡന്റ് കേസായിട്ട് കൊണ്ടുവരുന്ന പേഷ്യന്റിനാണെങ്കിലോ അവർക്ക് നമ്മള് പ്രയോറിറ്റി കൊടുത്ത് ചികിത്സ കൊടുക്കേണ്ട ഒരു ടൈമാണ് അല്ലെ. ഓക്കെ, ഇത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് കൊടുക്കണം? ചികിത്സ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആക്സിഡന്റ് കേസുകളായാലും ഡിസീസസ് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടെ കെയർ രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. ഏത് കേസ് വന്നിട്ടുണ്ടെങ്കിലും ശുശ്രൂഷിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് റെസ്റ്റോറേറ്റീവിൽ വരുന്നത്. ഇൻട്രാമ്യൂറലിലെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ഇൻട്രാമ്യൂറലിലെ ഫസ്റ്റ് പോയിന്റ് ആണ് റെസ്റ്റോറേറ്റീവ്. റെസ്റ്റോറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം വീണ്ടെടുത്തു നൽകുന്നത്. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? ഡയഗ്നോസ്റ്റിക് വരുന്നുണ്ട്, ക്യൂറേറ്റീവ് വരുന്നുണ്ട്, റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേറ്റീവ് സർവീസസ് വരുന്നുണ്ട്, കെയർ ഓഫ് എമർജൻസീസ് വരുന്നുണ്ട്. ഡയഗ്നോസ്റ്റിക്കിൽ എന്താ പറഞ്ഞത്?
ഇൻപേഷ്യന്റ് സർവീസുകൾ അവിടെ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ പരമായിട്ടും സർജിക്കൽ പരമായിട്ടും അതർ സ്പെഷ്യാലിറ്റീസ് എന്തെങ്കിലും റയർ കേസുള്ള രോഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ചികിത്സിക്കുന്നതിന് വേണ്ടിയതായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും അതർ സ്പെഷ്യൽ ഡയഗ്നോസ്റ്റിക് കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സർവീസുകൾ അവിടെ രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട പല സർവീസുകളും രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രോഗങ്ങൾക്കും വലുത് തൊട്ട് അല്ലെങ്കിൽ ചെറുത് തൊട്ട് വലുത് വരെയുള്ള എല്ലാ രോഗങ്ങൾക്കും എന്ത് കൊടുക്കുന്നുണ്ട്? ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലുകളിൽ കൊടുക്കുന്നുണ്ട്. അതാണ് ക്യൂറേറ്റീവ് എന്ന് പറയുന്നത്. ഇനി റീഹാബിലിറ്റേഷൻ സർവീസസ്, റീഹാബിലിറ്റേറ്റീവ് എന്ന് പറഞ്ഞാല് ഫിസിക്കലി മെന്റലി ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ. അതിന് എന്താണ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത്? സ്ട്രോക്ക് വന്ന പേഷ്യന്റിന്റെ കാര്യം പറഞ്ഞില്ലേ? ഭൂരിപക്ഷം തളർന്ന പേഷ്യന്റ് ആണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ ചികിത്സ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അവരെന്താണ് എങ്ങനെയുള്ള മരുന്നുകൾ എങ്ങനെ കഴിക്കണം, അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്, അതുപോലെ ഇത്തരത്തിലുള്ള എക്സസൈസുകളും കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. എന്തിനു വേണ്ടിയിട്ടാണ്? അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. ഇനി എന്താണ്? കെയർ ഓഫ് എമർജൻസീസ്. പല കേസുകളും വരാം അല്ലെ? ആക്സിഡന്റ്, എമർജൻസി കേസുകൾ വരാം, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ഡിസീസസുകളായിട്ടുള്ള കേസുകളായിട്ടും രോഗികൾ വരാം. അപ്പോ നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എമർജൻസി കേസുകൾക്കാണ്. ഓക്കെ, രണ്ടിനും നമ്മൾ അവിടെ ചികിത്സ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? റെസ്റ്റോറേറ്റീവ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. വായിച്ചു നോക്കാം, ഏതൊക്കെയാണെന്നുള്ളത് എഴുതിയെടുക്കണം കേട്ടോ. റെസ്റ്റോറേറ്റീവ് ഫംഗ്ഷനിൽ ഏതൊക്കെ വരുന്നുണ്ട്, പ്രിവെന്റീവിൽ ഏതൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് എഴുതിയെടുക്കാം. ഓക്കെ, കംപ്ലീറ്റ് ആക്കിയോ? നെക്സ്റ്റ് നോക്കാം, നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം. ഓക്കെ ആണോ എല്ലാവരും? നെക്സ്റ്റ് നോക്കാം, പ്രിവെന്റീവ് ഫംഗ്ഷൻ നോക്കാം. സൂപ്പർവിഷൻ, നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്. എവിടെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്? നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലുകളിലാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? നോർമൽ പ്രഗ്നൻസീസ് ആകുമ്പോഴും അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിനും സൂപ്പർവിഷൻ നൽകുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലുകളിലാണ്. ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കിയേ, ബി പോയിന്റ് നോക്കാം. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. സൂപ്പർവിഷൻ ഓഫ് നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ. എങ്ങനെയാണ് ചിൽഡ്രന്റെ ഗ്രോത്തും ഡെവലപ്മെന്റും അറിയാൻ പറ്റുന്നത്? ഹോസ്പിറ്റലുകാർക്ക് എങ്ങനെയാണ്, ഏതൊക്കെ സ്റ്റേജിലാണ്, എങ്ങനെയാണ് അത് അറിയാൻ പറ്റുക?
സ്കാനിങ്ങിലൂടെ. ഓക്കെ, കുഞ്ഞുങ്ങൾ ജനിച്ചു, അതിനുശേഷം അവരുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? എന്തെങ്കിലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഐഡിയാസ്? കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് ഹൈ ആകുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓരോ മാസങ്ങള്, ഓരോ ഏജുകൾ കഴിയുമ്പോ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ വലുതാകുന്നുണ്ട്? അവർക്ക് ഇന്ന പ്രായമായി. അപ്പൊ എന്ത് ചെയ്യും അവിടെ? ഇല്ല, ഞാൻ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് വന്നിട്ടില്ല. ഹൈറ്റ്, വെയിറ്റ് അതൊക്കെയാണ്. ഓക്കെ, എങ്ങനെയാണ് ഹോസ്പിറ്റലുകാർ എങ്ങനെയാണ് അറിയുന്നത്? കുത്തിവെപ്പ് വഴി അല്ലെ, വാക്സിനേഷൻ എടുക്കുന്നതിലൂടെ അല്ലെ. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കും. എന്താണത്? ജനിച്ച ഉടനെ തന്നെ എടുക്കുന്നത് ECG. അത് കഴിഞ്ഞിട്ട് എന്താണ്? 1.5 മാസം, പിന്നെ 3.5 മാസം കഴിയുമ്പോ അല്ലെ 9 months. പിന്നെ എന്താണ്? 5 വയസ്സിൽ എടുക്കോ അല്ലെ, 10 വയസ്സിൽ, 15 വയസ്സിൽ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോസ്പിറ്റലുകാർ നമ്മളെ അറിയിക്കും. കുഞ്ഞുങ്ങൾക്ക് ഇന്ന ടൈം ആയിട്ടുണ്ട് അല്ലെ, 5 വയസ്സാവാറായിട്ടുണ്ടല്ലോ, 5 വയസ്സിൽ ഇഞ്ചക്ഷൻ എടുക്കണം അല്ലെ, ഇന്ന ഡേറ്റില് നമ്മൾ അറിയിക്കും. ഹെൽത്തിൽ നിന്ന് ആശാവർക്കർമാരൊക്കെ അറിയിക്കില്ലേ വന്നിട്ട്, അല്ലെങ്കിൽ ഫോൺ വിളിച്ച് നമ്മൾ അറിയിക്കും അല്ലെ, അല്ലെങ്കിൽ വന്ന് വീട്ടിൽ വന്ന് പറയാറുണ്ട് അല്ലെ, കുഞ്ഞിന് ഇത്ര പ്രായമായിട്ടില്ലേ, അപ്പൊ ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് സിറപ്പ് അല്ലെ, വൈറ്റമിൻസ് കൊടുക്കാറായിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? അവരെ നമ്മളെ അറിയിക്കും അല്ലെ. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെന്റും ഗ്രോത്തും ഹോസ്പിറ്റലുകാർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പ്രിവെൻഷൻ ഓഫ് prolonged illness. ഓക്കെ, എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുമ്പോ? എന്തായിരിക്കാം കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? എന്താണ് മീൻ ചെയ്യുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാല്? സാംക്രമിക രോഗങ്ങൾ അല്ലെ. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാല് സാംക്രമിക രോഗങ്ങള്, അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അല്ലെ. എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ ഏതൊക്കെയാണെന്നുള്ളത്? പടർന്നു പിടിക്കുന്ന രോഗങ്ങള് കൊറോണ, ഓക്കെ, പിന്നെ ചിക്കൻ പോക്സ്, കോളറ, പിന്നെ ഏതൊക്കെയാ? ഡെങ്കു അല്ലെ, ഫീവർ അല്ലെ, വൈറൽ ഫീവർ. അങ്ങനെയുള്ള രോഗങ്ങളാണ് എന്തിൽ വരുന്നത്? സാംക്രമിക അല്ലെങ്കിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾക്ക് എക്സാമ്പിൾസ്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ട്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നത് ഹോസ്പിറ്റലുകാര്. ഇപ്പൊ എന്താണ്? കൊറോണ വന്നപ്പോ അല്ലെ, രാജ്യത്ത് നമ്മുടെ എന്താണ് കേരളത്തിൽ ആകെ പടർന്നു പിടിച്ച രോഗമാണ് അല്ലെ കൊറോണ, എല്ലായിടത്തും അല്ലെ, കേരളത്തിൽ മാത്രമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്തു? എങ്ങനെയാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, അതുപോലെ തന്നെ മാസ്ക് വെക്കാം, സാനിറ്റൈസർ വെക്കാം എല്ലായിടത്തും അല്ലെ. ഓരോ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വാൾ പോസ്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് അല്ലെ. ഓരോ പോസ്റ്ററുകള് മാസ്ക് ധരിക്കണം, അതുപോലെ സാനിറ്റൈസർ, ഡിസ്റ്റൻസ് പാലിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതാണ് ഹെൽത്ത് എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് പോയിന്റിൽ വരുന്നത് കേട്ടോ, ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ പടർന്നു പിടിക്കുന്ന പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിൽ പറയുന്നത് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് പറയുന്നത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. കൊറോണ വന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ എന്താണ് ഹോസ്പിറ്റലുകാര് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇപ്പൊ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ, എന്തെങ്കിലും നമ്മുടെ സ്ഥലത്ത് ഇപ്പൊ പടർന്നു പിടിക്കുന്ന അസുഖങ്ങൾ, ഇപ്പോ ഡെങ്കിപ്പനി അല്ലെങ്കിൽ എലിപ്പനി ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആശാ വർക്കേഴ്സ് വരും അല്ലെ. ഡെങ്കിപ്പനി ആണെങ്കിൽ കൊതുക് വളർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ചിരട്ടയിലൊക്കെ വെള്ളം നിറഞ്ഞ് കിടക്കുകയാണെങ്കിൽ അവര് പറയുന്നത് കമത്തി കളയണം, അല്ലെങ്കിൽ എന്താണ് ബ്ലീച്ച് പൗഡർ ഇടാം അല്ലെ കിണറ്റിലൊക്കെ. അതുപോലെ തന്നെ എന്തെങ്കിലും ബക്കറ്റിലൊക്കെ വെള്ളം നിറഞ്ഞ് കൂത്താണികളൊക്കെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമത്തിക്കളയാം. അങ്ങനെയുള്ള എഡ്യൂക്കേഷനുകൾ രോഗികൾക്കായാലും ജനങ്ങൾക്കായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഡോക്ടറെ കാണാൻ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവരുടെ ഹെൽത്തിനെ കുറിച്ച്, നിങ്ങൾക്ക് ഇതാണ് അസുഖം, അപ്പോ ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കാം, ഇന്നതുപോലെ മരുന്നുകൾ കഴിക്കണം, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഡോക്ടേഴ്സ് ആയാലും രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇപ്പൊ കൊറോണ വന്നപ്പോ എന്താണ്
നമ്മൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാല് അല്ലെങ്കിൽ പല ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കുകളിൽ പോയി കഴിഞ്ഞാലും എന്താണ് അവിടെ പോസ്റ്റർ വെച്ചിട്ടുണ്ടാവും അല്ലെ, മാസ്ക് വെക്കണം, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, സാനിറ്റൈസർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് ഒക്യുപ്പേഷൻ. ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്കും എന്ത് വരാം, എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം അല്ലെ, ഇൻഫെക്ഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാം. അപ്പൊ എന്താണ് അവർക്കും ഇതുപോലുള്ള കാര്യങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങള്, അതുപോലെ എന്താണ് ഗ്ലൗസ് ഇടുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായാലും ഒക്യുപ്പേഷന്റെ ഭാഗമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഇന്ന കാര്യങ്ങള് ചെയ്തു കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലിലെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പ്രിവെന്റീവില് വരുന്നത്. സൂപ്പർവിഷൻ ഓഫ് എ നോർമൽ പ്രഗ്നൻസീസ് ആൻഡ് ചൈൽഡ് ബർത്ത്, സൂപ്പർവിഷൻ ഓഫ് എ നോർമൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ചിൽഡ്രൻ, control of communicable diseases, prevention of prolonged illness, health education, occupation. Clear ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. ഓക്കെ, ഇപ്പൊ നിങ്ങളിപ്പോ മെഡിക്കൽ കോളേജിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ഇപ്പോ ഡെലിവറി ടൈമിലൊക്കെ പല എന്താണ് നഴ്സുമാരായാലും നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്യുമ്പോ ഇല്ലേ, അവിടെ ലേബർ റൂമിൽ നിൽക്കാറുണ്ട്. അവരെന്താണ് അതൊക്കെ കണ്ട് പഠിക്കുന്നുണ്ട് അല്ലെ, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഓരോ ഹോസ്പിറ്റൽസിൽ എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോ ആർക്കൊക്കെയാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്നാണ് അവിടെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്. മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്. എന്താണ് മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മെഡിക്കൽ കോളേജ് ഫോർ എക്സാമ്പിൾ പറയാം, മെഡിക്കൽ കോളേജില് മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, മെഡിക്കൽ നഴ്സുമാർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിനൊക്കെ എന്ത് കൊടുക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളും ഇപ്പോ ഡെഡ് ബോഡീസ് ആയിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന കാര്യങ്ങള്, അതൊക്കെ ഡെഡ് ബോഡീസ് ഒക്കെ വെച്ചിട്ട് പല കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഡെലിവറി ടൈമിലായാലും എന്താണ് ഓരോ കാര്യങ്ങളും എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും ഓരോ നഴ്സുമാർക്കായാലും എന്ത് കൊടുക്കുന്നുണ്ട്? എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി സ്പെഷ്യലിസ്റ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഇപ്പോ ഓരോ വിഭാഗം, ഓർത്തോ ഉണ്ട്, അതുപോലെ ENT ഉണ്ട്, പീഡിയാട്രിക് ഉണ്ട്. ഓരോ വിഭാഗത്തിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ENT സ്പെഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ ഓർത്തോ സ്പെഷ്യലിസ്റ്റ്, പീഡിയാട്രിക് സ്പെഷ്യലിസ്റ്റ്. അപ്പൊ എന്താണ് ഓരോ വിഭാഗത്തിലും സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ്, അവരെയാണ് സ്പെഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് എന്താണ്? MBBS കഴിഞ്ഞ് PG ചെയ്യുന്ന ആളുകൾ. ഓക്കെ, അങ്ങനെയുള്ളവർക്കും എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹോസ്പിറ്റലുകളിൽ. പല കാര്യങ്ങളും പ്രാക്ടീസിലൂടെയും പല ട്രെയിനിങ്സിലൂടെയും അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നേഴ്സ് ആൻഡ് മിഡ് വൈഫ്സ്, നേഴ്സുമാർക്ക്. അതുപോലെ മിഡ് വൈഫ്സ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മിഡ് വൈഫ്സ് ആരായിരിക്കാം? സൂതകർമ്മിണികൾ. കേട്ടിട്ടുണ്ടോ നിങ്ങള്? സൂതകർമ്മിണികൾ. ഓക്കെ, മിഡ് വൈഫ്സിനെ പറയുന്ന മീനിങ് ആണ് സൂതകർമ്മിണികൾ. സൂതകർമ്മിണികൾ എന്ന് പറഞ്ഞാല് ഡെലിവറി ടൈമില് നഴ്സുമാരെ സഹായിക്കാനുള്ള വർക്കേഴ്സ് അവിടെ നിൽക്കും. ഓക്കെ, നഴ്സുമാരുണ്ടാവും ഡെലിവറിയുടെ ടൈമില്. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് പല വർക്കേഴ്സും അവിടെ ഉണ്ടാവും. അവരെയാണ് നമ്മൾ പറയുന്നത് സൂതകർമ്മിണികൾ. അവർക്ക് എഡ്യൂക്കേഷൻ പ്രാക്ടീസുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ മെഡിക്കൽ ആൻഡ് സോഷ്യൽ വർക്കേഴ്സ് എന്നറിയാലോ. അതുപോലെ തന്നെ എന്താണ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞില്ലേ, എന്താണ് പൊതുജനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്താണ് ഡോക്ടറെ കാണാൻ വരുമ്പോ അല്ലെ, ഹെൽത്ത് ഇങ്ങനെയാണ്, വളരെ കണ്ടീഷൻ മോശമാണ്, അപ്പൊ ഇന്ന മരുന്നുകള് ട്രീറ്റ്മെന്റുകൾ ചെയ്യേണ്ടതുണ്ട്, ഇന്ന ഡയറ്റ് പ്ലാൻ കീപ്പ് ചെയ്യണം, അതുപോലെ ഇന്ന എക്സസൈസുകൾ എടുക്കണം. അതൊക്കെ എന്താണ് ഡോക്ടേഴ്സ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന അവയർനെസ് ആണ്.
ഓക്കെ, ഇപ്പൊ കൊറോണ വന്നപ്പോ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മതിലുമേലൊക്കെ ഇങ്ങനെ നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം അല്ലെ. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം, മാസ്ക് ധരിക്കുക, സാനിറ്റൈസ് ചെയ്യണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങള് അതും എന്താണ് ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് എഡ്യൂക്കേഷനിൽ വരുന്നത്. ഏതൊക്കെയാണ്? മെഡിക്കൽ അണ്ടർ ഗ്രാജുവേറ്റ്സ്, അതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആൻഡ് സ്പെഷ്യലിസ്റ്റ്, നഴ്സ് ആൻഡ് മിഡ്വൈഫ്സ്, മെഡിക്കൽ സോഷ്യൽ വർക്കേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫുകള്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കിയേ, പ്രിവെന്റീവ് ആൻഡ് എഡ്യൂക്കേഷൻ രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, റിസർച്ചിൽ 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഓരോരോ പോയിന്റ്സും കണക്ട് ചെയ്ത് പറഞ്ഞത്, അപ്പൊ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് ആണ് എന്ത്? ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. സെക്കൻഡ് പോയിന്റ് നോക്കാം, ക്ലിനിക്കൽ മെഡിസിൻ. തേർഡ് പോയിന്റ്, ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് എടുക്കാം നമുക്ക്. ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കൊറോണ എടുക്കാം. കൊറോണ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് എന്താണ്? പല ആളുകൾക്കായാലും, ജനങ്ങൾക്കായാലും, അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാർക്കായാലും അവര് ആദ്യം ഒരു ഗൗരവത്തോടെ ആ രോഗത്തെ എടുത്തില്ല അല്ലെ. പിന്നീട് ആളുകൾ രോഗം സ്ഥിരീകരിച്ചു, 4-5 പേര് മരിക്കാനായിട്ട് തുടങ്ങിയപ്പോ ആളുകൾക്ക് ഭയമായിട്ട് തുടങ്ങി അല്ലെ, ഭയം വരാനായിട്ട് തുടങ്ങി. അതുപോലെ ഹോസ്പിറ്റലുകാരും അത് ഗൗരവത്തോടെ എടുക്കാനായിട്ട് തുടങ്ങി. അതിനുശേഷം ഹോസ്പിറ്റലുകാര് എന്ത് അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി? ഈ രോഗം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, എന്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, സിംറ്റംസ് എന്തൊക്കെയാണ്, ഇനി നമ്മുടെ ശരീരത്തിൽ ഇത് ഈ വൈറസ് അല്ലെ ഇതിൽ നിന്നാണ്, അതുപോലെ തന്നെ വൈറസ് കടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസങ്ങൾ കൊണ്ടാണ് അത് പുറത്തേക്ക് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. എന്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്, എവിടെ നിന്ന് വന്നു, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങള്, അങ്ങനെ അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും, ഈ രോഗത്തെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഹോസ്പിറ്റലുകാര് പഠിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ ആണോ? ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഡിസീസസ്. ഇനി സെക്കൻഡ് പോയിന്റിലേക്ക് വന്നു. അപ്പൊ കുറെ കാര്യങ്ങൾ അവർ ഫസ്റ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പോയിന്റിൽ അവർ കുറെ കാര്യങ്ങൾ എന്താണ്, രോഗികൾക്കായാലും അല്ലെങ്കിൽ ജനങ്ങൾക്കായാലും ഹോസ്പിറ്റലുകാർക്കായാലും ആദ്യം ഈ രോഗം വന്നപ്പോൾ ഗൗരവത്തോടെ എടുത്തില്ല. കുറെ പേര് അതിൽ മരിക്കാനായിട്ട് തുടങ്ങി അല്ലെ, 2-3 ആൾക്കാരൊക്കെ മരിക്കാനായിട്ട് തുടങ്ങിയപ്പോ ആളുകൾക്ക് പേടിയായ ഹോസ്പിറ്റലുകാരും ഈ കാര്യം ഗൗരവത്തോടെ എടുത്ത് ഇതിനെ കുറിച്ച് പഠനങ്ങൾ നടത്തി. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കി, ക്ലിനിക്കൽ മെഡിസിൻ. കൊറോണയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഇത് രോഗം മാറാൻ വേണ്ടിയിട്ടല്ലേ ഇതിന് വേണ്ടതായിട്ടുള്ള മെഡിസിനുകള് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. ഏതൊക്കെയാണ്? നമ്മള് വാക്സിൻസ് കുത്തിവെച്ചിട്ടുണ്ടാവും അല്ലെ, വാക്സിൻസ് എടുത്തിട്ടുണ്ടാവും. ഏതൊക്കെയാണ് നമ്മൾ എടുത്തത്? ഓർമ്മയില്ലേ? കോവിഡിന് നമ്മൾ എടുത്തത് ഏതൊക്കെയാണ്? കോവിഷീൽഡും കോവാക്സിനും അല്ലെ, എടുത്തോ? അപ്പൊ എന്ത് ചെയ്തു? കൊറോണയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ, ആ രോഗത്തിന് വേണ്ടിയിട്ട്, ആ രോഗത്തെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹോസ്പിറ്റലുകാര്
ഇങ്ങനെയുള്ള മെഡിസിൻസ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇനി ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരാ, അത് ജനങ്ങളിലേക്ക് എന്ത് ചെയ്യണം? പരീക്ഷിക്കണം അല്ലെ. ഇത് കറക്റ്റ് ആയിട്ട് പോവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമോ എന്നുള്ളത് നമ്മൾ ജനങ്ങളിലേക്ക് പരീക്ഷിച്ചു. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറയുന്നത് ഇത് ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അത് ജനങ്ങളിലേക്ക് പരീക്ഷണങ്ങൾ കുത്തിവെച്ച് വാക്സിനേഷൻ കൊടുത്തുകൊണ്ട് അത് പരീക്ഷിക്കാനായിട്ട് തുടങ്ങി. ക്ലിയർ ആയോ? റിസർച്ചിൽ വരുന്ന കാര്യങ്ങള് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ആദ്യം പറഞ്ഞത് എന്താണ്? ഈ രോഗം വന്നപ്പോ ജനങ്ങളും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകാരൊക്കെ ഗൗരവത്തോടെ എടുത്തില്ല. പിന്നീട് ആളുകൾ മരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഗൗരവത്തോടെ എടുത്തത്. ഈ രോഗത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ അവർ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ഈ കൊറോണയ്ക്ക് വേണ്ടിയിട്ട് വാക്സിനേഷൻസ് അല്ലെ ക്രിയേറ്റ് ചെയ്തു അല്ലെ, ഉത്പാദിപ്പിച്ചു, കണ്ടുപിടിച്ചു. ഏതൊക്കെയാണ്? കോവാക്സിനും കോവിഷീൽഡും. പിന്നീട് ലാസ്റ്റ് സ്റ്റേജിൽ എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അത് ജനങ്ങളിലേക്ക് പരീക്ഷിച്ചു. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. റിസർച്ചിന്റെ 3 പോയിന്റ്സ് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തില് വരുന്നത്? ഇൻട്രാമ്യൂറൽ ഫംഗ്ഷനിൽ വരുന്നത്. ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? അപ്പോ റെസ്റ്റോറേറ്റീവ്, പ്രിവന്റീവ്, എഡ്യൂക്കേഷൻ, ലാസ്റ്റ് വൺ ആണ് റിസർച്ച്. ക്ലിയർ ആണോ? ഇത്രയും വരെ ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ വരെ ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞത്? ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഇൻസൈഡിൽ നടക്കുന്ന അല്ലെ, ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുമ്പോ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? എക്സ്ട്രാമ്യൂറൽ എന്ന് പറയുമ്പോ വെരി ഗുഡ്, ഔട്ട്സൈഡ് അല്ലെ, ഹോസ്പിറ്റലിന് പുറത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് എക്സ്ട്രാമ്യൂറൽ ഫംഗ്ഷൻസിൽ വരുന്നത്. ഔട്ട് പേഷ്യന്റ് സർവീസസ്, ഹോം കെയർ സർവീസസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റൽ, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? എക്സ്ട്രാ മ്യൂറൽ ഫംഗ്ഷൻസിൽ വരുന്നത്. ഓക്കെ, ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്താണ്? ഔട്ട് പേഷ്യന്റ് എന്താണ്? ഔട്ട് പേഷ്യന്റ് അഡ്മിറ്റ് അല്ലാത്ത അല്ലെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ നമുക്ക് പനിയായിട്ട് അല്ലെങ്കിൽ ജലദോഷം, ചുമയായിട്ട് ഡോക്ടറെ കാണാൻ പറഞ്ഞു. കാണുമ്പോ എന്ത് ചെയ്യും? ആദ്യം പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പേരും കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യും അല്ലെ. എന്നിട്ട് നമ്മുടെ ടോക്കൺ അല്ലെ, ഓക്കെ, ടോക്കൺ എടുക്കും. നമ്മുടെ നമ്പർ ആവുമ്പോ ഡോക്ടറെ കാണും, നമ്മുടെ രോഗങ്ങള് കാര്യങ്ങൾ പറയും, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിത്തരും. അതുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ടോക്കൺ എടുത്ത് മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓക്കെ, അതാണ് ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുന്നത്, OPD നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? ഹോം കെയർ സർവീസ്. എന്തായിരിക്കാം ഹോം കെയർ സർവീസ് എന്ന് പറയുമ്പോ? വീട്ടില് വന്ന് പരിചരിച്ചു പോകുന്നു അല്ലെ. എക്സാമ്പിൾ പറയാൻ പറ്റുമോ ഹോം കെയർ സർവീസിന്? ഇപ്പൊ നമ്മുടെ അടുത്തൊക്കെ ചിലപ്പോ കിടപ്പോട് കൂടി കിടക്കുന്ന പാലിയേറ്റീവ് കെയർ അല്ലെ, അങ്ങനെയുള്ള സ്റ്റാഫുകൾ പാലിയേറ്റീവ് കെയറിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റാത്ത രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ വന്ന് കണ്ട് ചികിത്സ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ ഹോം കെയർ സർവീസസ് എന്ന് പറയുന്നത്. പാലിയേറ്റീവ് കെയർ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി മൊബൈൽ ക്ലിനിക്സ് എന്തായിരിക്കാം? മൊബൈൽ ക്ലിനിക്സ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളില്, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളില് വികലാംഗരുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോ ഒരു വശം തളർന്ന രോഗികളൊക്കെ ഉണ്ടാവും. അവർക്ക് എന്താണ്? പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, അവരുടെ കണ്ടീഷൻ മോശമായി കഴിഞ്ഞാല് ഡോക്ടറുടെ അടുത്ത് എത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അവരെ എന്താണ്? അവരെവിടെയാണ്, അവരുടെ സ്ഥലം എവിടെയാണെന്നുള്ളത്
മൊബൈൽ ആപ്പ് വഴി ഐഡന്റിഫൈ ചെയ്ത് അവരുടെ അടുത്ത് പോയിട്ട് ചികിത്സ കൊടുക്കുന്ന പ്രോസസ്സ്. മനസ്സിലായോ? അതാണ് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത്. ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളില്, ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളില് രോഗികളുടെ അടുത്ത് പോയിട്ട് മൊബൈൽ ആപ്പ് വഴിയാണ് അടുത്ത് പോയി ചികിത്സ കൊടുക്കുന്നത്. അതാണ് മൊബൈൽ ക്ലിനിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡേ കെയർ സെന്റർ. ഡേ കെയർ സെന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന ഒരു മെഡിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്, ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്, അതിനെയാണ് നമ്മൾ ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പോ എന്താണ് തിമിര ശസ്ത്രക്രിയ അല്ലെങ്കിൽ ഡയാലിസിസ്, അതൊക്കെ എന്താണ് ഒരു ദിവസം കൊണ്ട് നമുക്ക് ചെയ്തു വരാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെ? അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ്. ഇപ്പൊ തിമിരത്തിന്റെ ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കാലത്ത് പോയിട്ട് നമ്മൾ അഡ്മിറ്റ് ആയി, ഉച്ചയ്ക്ക് ശസ്ത്രക്രിയ കഴിഞ്ഞു, ഒരു വൈകിട്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു കാര്യമാണ്, അല്ലെ? അല്ലെങ്കിൽ അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്, അല്ലെ? ഒരു ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റ് എടുത്ത് നമുക്ക് വരാനായിട്ട് പറ്റും. അപ്പൊ ഒരു ദിവസം കൊണ്ട് കൊടുക്കുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഡേ കെയർ സെന്റർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നൈറ്റ് ഹോസ്പിറ്റൽസ്. നൈറ്റ് ഹോസ്പിറ്റൽസ് ആ വാക്കിൽ തന്നെ നമുക്ക് പറയാം, നൈറ്റ് മാത്രം തുറക്കുന്ന ഹോസ്പിറ്റൽസ്. അവിടെ എന്താണ് എമർജൻസി സർവീസുകൾ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള സർവീസുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രമാത്രം ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ മെഡിക്കൽ കെയർ ക്യാമ്പ്സ് അതറിയാൻ പറ്റുമല്ലോ. ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എന്താണ് ആളുകൾക്ക് എന്താണ് ഇപ്പോ തിമിരത്തിന് കണ്ണിന്റെ പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ചെക്ക് ചെയ്യല്, പ്രഷർ ചെക്ക് ചെയ്യല്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പോ എന്തെങ്കിലും ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലോ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് നഴ്സുമാരൊക്കെ വന്നിട്ട്, അല്ലെ? നഴ്സുമാര് വന്നിട്ട് അവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ഇതറിയാൻ പറ്റും നമുക്ക്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലേ. ഓക്കെ, ഹെൽത്ത് കെയർ സർവീസിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് കണ്ണ് പരിശോധന അല്ലെങ്കിൽ പ്രഷർ പരിശോധിക്കല്, ഷുഗർ പരിശോധിക്കല്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് മെഡിക്കൽ കെയർ ക്യാമ്പ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസിൽ വരുന്നത്. ഏതൊക്കെയാണ് പറഞ്ഞത്? ഔട്ട് പേഷ്യന്റ് സർവീസസ് ഉണ്ട്, ഹോം കെയർ സർവീസസ്, മൊബൈൽ ക്ലിനിക്സ്, ഡേ കെയർ സെന്റർ, നൈറ്റ് ഹോസ്പിറ്റല്, മെഡിക്കൽ കെയർ ക്യാമ്പ്സ്. ക്ലിയർ ആണോ? എക്സ്ട്രാ മ്യൂറൽ, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ്. ഓക്കെ അല്ലെ? ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോ നിർബന്ധമായിട്ടും ഗ്രാഫ് അല്ലെ, ഈ ഡയഗ്രാം പഠിക്കണം. അതുപോലെ തന്നെ എക്സ്ട്രാ മ്യൂറൽ, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, റെസ്റ്റോറേറ്റീവിന്റെ ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാണ്, പ്രിവെന്റീവിന്റെ ഉള്ളിൽ വരുന്നത്, അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇൻട്രാമ്യൂറൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, എക്സ്ട്രാ മ്യൂറൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇത്രയും വരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാ കാര്യങ്ങളും? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് വരാം. ഓക്കെ, താങ്ക് യു.